എല്ലാത്തിനും ഒരു സയൻസ് ഉണ്ട്, എല്ലാത്തിനും ശാസ്ത്രമുണ്ട് അല്ല. എന്തുകൊണ്ട് ചെയ്യണം പല കാര്യങ്ങളും പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾക്കെല്ലാവരും വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ പോലും നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബോധം കെട്ടി വീഴുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ആൾ അവിടെ വീണ് കിടക്കണ കാണാം. പലപ്പോഴും അറിയാം, പഴയ പിക്ചേഴ്സ് കാണാം, ആൾക്കാർ ആളുടെ ചുറ്റും ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോണത് ഒന്നും ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ഇവോൾവ് ചെയ്തു നമ്മളിപ്പോൾ എല്ലാവരും കൂടുതലും ട്രെയിനിങ്ങിലോട്ടും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, അങ്ങനത്തെ ഓൺ ലുക്കേഴ്സ്, അതൊക്കെയാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. അത് കൂടാണ്ട് പബ്ലിക്കിനും കൂടി നമ്മളൊരു ചെറിയൊരു ബോധവൽക്കരണം, ലൈക്ക് വാട്ട് ക്യാൻ ബി ഡൺ, അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എനിക്കറിയാം പലർക്കും പല ഡൗട്ട്സ് ഉണ്ടാവും അല്ല. നമ്മൾ എപ്പോഴെങ്കിലും നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോ അയൽവാസി എവിടെയെങ്കിലും പെട്ടെന്നൊരാൾ ബോധം കെട്ട് വീഴുന്നു, നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ഒരു ഗസ്, നമ്മൾ പൊതുവേ നമ്മളൊരു നാച്ചുറലായിട്ട് എന്താ ആദ്യം ചെയ്യുക? മുഖത്ത് വെള്ളം ഒഴിക്കും. ഓക്കെ, പലപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്യണം അല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പല റീസൺസ് കൊണ്ട് ഒരാൾ ബോധം കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വെറുമൊരു തലകറക്കായിരിക്കും. പ്രമേഹം രോഗമുള്ള ആൾക്കാർക്ക് ഷുഗർ കുറഞ്ഞാൽ പോലും തലകറങ്ങി വീഴും. നെഞ്ചുവേദന ഉള്ള ആൾക്ക് പെട്ടെന്ന് ആ നെഞ്ചുവേദന കാരണം ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കാർഡിയാക് അറസ്റ്റ്, അല്ലെങ്കിൽ അഥവാ ഹൃദയ സ്തംഭനം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും അല്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ പറയും കോസ് ഓഫ് ഡെത്ത് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്നാൽ ഹൃദയ സ്തംഭനമാണ്. ഹാർട്ട് അറ്റാക്ക് എന്നാൽ ഹൃദയ ആഘാതമാണ്. രണ്ട് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതായത് ഹൃദയ സ്തംഭനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്വാസോച്ഛ്വാസവും ഹൃദയത്തിൻ്റെ ഇടുപ്പ് രണ്ടും നിലച്ച് നിൽക്കണം, അത് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയ സ്തംഭനം തന്നെ. ഹൃദയ ആഘാതം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹൃദയത്തിലോട്ട് പോണ ഈ രക്തക്കുഴലുള്ള, അത് രക്തം പോണത് കുറച്ച് കുറവാകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഹാർട്ട് മസിൽസ് പമ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ് ഹൃദയ ആഘാതമായിട്ട് മാറുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത്, ഏതൊരു ആൾ ഒരു നടന്നുകൊണ്ട് ആൾ ബോധം കെട്ടി വീഴുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എപ്പോഴും, സപ്പോസ് റോഡിൻ്റെ നടുവിലാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് റോഡ് സേഫ്റ്റിയാണ് നോക്കേണ്ടത്. അത് സീൻ സേഫ്റ്റി അല്ല. നമ്മൾ ബിസി ആയിട്ടുള്ളൊരു റോഡിന് നടുവിലൊരാൾ വീണെടുക്കാൻ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളുടെ സേഫ്റ്റിയും ആ വിക്ടത്തിൻ്റെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആളെ പിടിച്ച് റോഡിന് സൈഡിലോട്ട് കുറച്ച് സീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ സീൻ സേഫ് ആക്കണം നമ്മളിപ്പോൾ. ബിക്കോസ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം, നമ്മൾ നോക്കാൻ പോകണം ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളും സേഫ് ആയിരിക്കണം, അവിടെ കിടക്കുന്ന ആളും സേഫ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സീൻ സേഫ്റ്റി, ഏതൊരു ഇതിൽ ആയാലും സീൻ സേഫ്റ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇവിടെ കുറച്ച് ചേച്ചിമാർ പറഞ്ഞു വെള്ളം തിളയ്ക്കാൻ തോന്നുന്നു അല്ല. ഓക്കെ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മളൊരു നോർമൽ നാച്ചുറൽ റെസ്പോൺസ് എന്താണ്? റെസ്പോൺസ് നോക്കുക അല്ല. ആള് കണ്ണടിച്ച് വീണ് കിടക്കല്ല, നമുക്ക് എന്താ ആദ്യം നിൽക്കേണ്ട? ആള് ഉണർത്തണം. അപ്പോൾ നമ്മൾ അതിനാണ് ചെക്ക് ഫോർ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ സീൻ സേഫ്റ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ഫോർ റെസ്പോൺസ്. ചെക്ക് ഫോർ റെസ്പോൺസ് നമ്മൾ കുറച്ച് ഈ ഷോൾഡേഴ്സിന് തോളിൽ നല്ലോണം ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഹലോ കേൾക്കാമോ കണ്ണുറക്കാമോ എന്ന് വെച്ചാൽ നമ്മൾ റെസ്പോൺസ്, അതായത് ആ ഒരു വീണിട്ടുന്ന ആൾക്ക് കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ചലനം എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമോ നമ്മൾ നോക്കണം. കണ്ണ് തുറക്കുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കാൻ വേണ്ടിയാണ് റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ പറയണത്. ഓക്കെ, അപ്പോൾ വൺസ് റെസ്പോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഇല്ല എന്നാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ആൾ കണ്ണു തുറക്കണില്ല, നമ്മൾ എത്രയും തട്ടിയിട്ടും ഉണരണില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്കറിയാം നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. ഏതൊരു അവസ്ഥയിലായാലും നമുക്ക് എപ്പോഴും ഹെൽപ്പ് വേണം. അപ്പോൾ ഇപ്പോഴത്തെ ഒന്നെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ആംബുലൻസ് അല്ലെങ്കിൽ ഹെൽപ്പിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ നമുക്ക് നിർദ്ദേശം കൊടുക്കാം. പ്ലീസ് ഒരു ഹെൽപ്പ് വിളിക്കാൻ പറയാനായിട്ട്. ഒറ്റയ്ക്കാണെങ്കിൽ, സപ്പോസ് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അപ്പുറത്തൊരു ആൾ നടക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഷൗട്ട് ചെയ്യാം, ഹലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാമോ ചോദിച്ചോന്നൊക്കെ ഷൗട്ട് ചെയ്യാം. ഇത് ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ സെൽഫോൺ എടുക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ 108 ആംബുലൻസിനെ അലേർട്ട് ചെയ്യുക. സോ ഇതാണ് 3 കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സീൻ സേഫ്റ്റി, ഓക്കെ, പിന്നെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. റെസ്പോൺസ് ഇല്ലെങ്കിൽ ഉടനെ നമ്മൾ ഹെൽപ്പിന് നമ്മൾ ആവശ്യപ്പെടാം. ഓക്കെ, അത് 3 തരത്തിൽ ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നമ്മൾ ഫോൺ വഴി ചെയ്യാം, തൊട്ടപ്പുറത്തൊരു ആളെ നമ്മൾ അലേർട്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പോയി ഹെൽപ്പ് വിളിക്കാൻ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയ സ്തംഭനമാണെങ്കിൽ 2 കമ്പോണൻ്റ് ഉള്ളത് അല്ല, ലങ്സിനെയും ബാധിക്കും ഹാർട്ടിനെയും ബാധിക്കും. ഇപ്പോൾ ലങ്സ് ആണെങ്കിൽ ബേസിക്കലി എന്താണ്? ശ്വാസം. ഹാർട്ടാണെങ്കിൽ പൾസിൻ്റെത്.
സാധാരണ നമ്മൾ പൾസ് ഞങ്ങൾ പബ്ലിക്കിനോട് പറയാറില്ല, പക്ഷെ സാധാരണ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണത് എപ്പോഴും കഴുത്തിൻ്റെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഡോക്ടേഴ്സ് നോക്കണത്. മെയിൻ പൾസ് ആണ്. അതായത് ബ്രെയിനിലോട്ട് പോകണം, നമുക്ക് ബ്രെയിനിലോട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള മെയിൻ പൾസ് ആണ്. അത് ചിലവർക്ക് കിട്ടാൻ പാടാണ്. സാധാരണ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നമ്മളെ കഴുത്തിൻ്റെ ഇവിടെ നമുക്കിവിടെ ഒരു ആഡംസ് ആപ്പിൾ എന്നെപ്പോഴും പറയില്ല, അത് ഫീൽ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള നമുക്ക് രണ്ട് സൈഡിലും ഓരോ ഒരു കുഴി മാതിരിയുണ്ട്. നമ്മളുടെ ഇതിൽ തൊണ്ടയിലെന്ന് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൽ നിങ്ങൾ കുറച്ച് നേരം ഫിംഗേഴ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പൾസ് അടിക്കുന്നത് കാണാം. അതിനാണ് കെരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. മെയിൻ പൾസാണ്. ചിലവ് നമ്മൾ കാണും കയ്യിലോട്ട്, പക്ഷെ നമ്മൾ ഇത് അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ എപ്പോഴും ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യണത് ഈ കെരോട്ടിഡ്സ് വെച്ചാൽ. ബിക്കോസ് ബ്രെയിൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഭാഗത്ത്. ബ്രെയിനിൽ നമുക്ക് ഓരോ നിമിഷം കിടക്കും തോറും ബ്രെയിൻ ഡാമേജ് കൂടി വരും. സോ 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ ഡാമേജ് ക്രിട്ടിക്കലായിട്ട് മാറാനുള്ള സാധ്യത. അതുകൊണ്ട് എപ്പോഴും ആദ്യം പൾസ് നോക്കാം. ചിലർക്ക് പൾസ് കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ സ്ട്രെസ് ചെയ്യണില്ല. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻ്റ്, അതായത് വിക്ടിം അവിടെ ശ്വാസം എടുക്കണ്ടോ ഇല്ലയെന്ന് നോക്കുക. അത് എങ്ങനെ നോക്കും നമുക്കറിയാം ചിലപ്പോൾ ഷർട്ടും ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സൈഡ് പതുക്കുന്ന ചരിഞ്ഞ, അത് ഒരു സ്ലാൻറ്റിങ് ആംഗിളിലാണ് നോക്കട്ടെ, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചെസ്റ്റ് പൊങ്ങോട്ടോ താഴെ ചിലപ്പോൾ വളരെ ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ആംഗിളിൽ നിന്ന് എപ്പോഴും നോക്കാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നോക്കാനുള്ളത്. നമ്മൾ സീൻ സേഫ്റ്റി നോക്കി, റെസ്പോൺസ് ചെക്ക് ചെയ്തു, ഹെൽപ്പ് വിളിച്ചു. റെസ്പോൺസ് ആരും ആൾ എനിക്കകത്തോണ്ട് നമ്മൾ ഹെൽപ്പ് വിളിച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് പൾസ് നോക്കുക. പറ്റെങ്കിൽ പൾസ് നോക്കുക. പൾസ് അഥവാ കിട്ടിയില്ലെങ്കിൽ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ബ്രീത്തിങ് ഉണ്ടോ എന്നും കൂടി നോക്കാം. അപ്പോൾ ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് സപ്പോസ് ബ്രീത്തിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CPR എന്നുള്ളതൊരു കമ്പനി. നിങ്ങൾ CPR എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും CPR കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അത് ബേസിക്കലി എന്താണ്? കംപ്രഷൻസ് ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ചെസ്റ്റ് എക്സ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെൻട്രൽ പാർട്ട് ഓഫ് ദി ചെസ്റ്റിൽ നമ്മൾ ഈ പാമ്പിൻ്റെ ഈ പത്തി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിൽ വയ്ക്കുക. ഈ ബ്രസ്റ്റ് ബോണിൻ്റെ ഇവിടുത്തെ ബ്രസ്റ്റ് ബോണാണെന്നാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ബോണിൻ്റെ കറക്റ്റ് ലോവർ ഹാഫിൽ കൈ വെച്ചിട്ട് നമ്മൾ മേളിൽ ബാക്കി ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മളുടെ തോള് വിക്ടത്തിന് കറക്റ്റ് മേളിൽ നിൽക്കണം, പാരലായിട്ട് നിൽക്കണം. ചരിഞ്ഞോ ഇങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല, എപ്പോഴും മേളിലോട്ട് വരണം. എന്നിട്ട് കറക്റ്റ് ഇവിടെ വെച്ചാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇത് ഞാൻ ഫസ്റ്റ് 30 കംപ്രഷൻസ് കൊടുത്താണ്. ഇതിനാ കംപ്രഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ആണ്. അതായത് കാർഡിയോളജി, അത് കാർഡിയാക് ഭാഗമുണ്ട്, പൾമണറി എന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെയും കൂടിയാണ്. അപ്പോൾ സാധാരണ 30 കംപ്രഷൻ കഴിഞ്ഞാൽ 2 ബ്രെത്ത് കൊടുക്കണമെന്നാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്തൊരു വിക്ടിം ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമേ കയറി ഈ കൃത്രിമ ശ്വാസം കൊടുക്കാനായിട്ട്. നമ്മൾ മൗത്ത് ടു മൗത്ത് ഒക്കെ പറയില്ല, നമുക്ക് ഒരു മടി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അത് മാത്രമേ, ചിലപ്പോൾ ആള് ഛർദ്ദിച്ചുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കംപ്രഷൻ ഈ പറഞ്ഞ ഞാൻ നമ്പർ കൗണ്ട് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു ഋതത്തിലാണ് ഞാൻ പോയത്, അല്ല അതൊന്നും താളം വെച്ചാണ് പോണത്. 1 2 3 4. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കംപ്രഷൻ കൊടുക്കുമ്പോൾ ഞാൻ കൈ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു ചെസ്റ്റിൻ്റെ ലോവർ ഹാഫിലാണ് ബ്രസ്റ്റ് ബോണിൻ്റെ. അപ്പോൾ നമ്മൾ ഹാർട്ടിനെ ഏകദേശം നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ അഡൾട്ട്സിൻ്റെ കാര്യം പറയണം, കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ നമ്മൾ മിനിമം കംപ്രസ് ചെയ്തിരിക്കണം. അതായത് 5 സെൻറ്റിമീറ്റർ മേളിൽ നിന്ന് കംപ്രസ് ചെയ്താൽ പതുക്കെ നമ്മൾ ഹാർട്ടിന് പോയി തൊടുന്നുള്ളൂ. അപ്പോൾ തൊടുമ്പോഴാണ് നമ്മൾ ആ കംപ്രഷൻ കൊടുക്കുന്നത്. നമുക്കറിയാം ഹാർട്ടിൽ കുറച്ച് ബ്ലഡ് ബാക്കി ഉണ്ടാവും, അല്ലേ? കുറച്ച് ബ്ലഡ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ കംപ്രസ് ചെയ്യുമ്പോൾ ആ ഹാർട്ടിലത്തെ ബ്ലഡ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം സ്ഥലത്തേക്ക് അത് ഡെലിവർ ചെയ്യും. തിരിച്ച് അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് കംപ്രസ് ചെയ്യണത് നമ്മൾ തിരിച്ച് റിലാക്സ് ചെയ്യണം, എന്നാലേ പിന്നെയും ആ ഹൃദയത്തിലോട്ട് രക്തം വന്ന് വരുള്ളൂ. അതാണ് കംപ്രഷൻ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് കംപ്രസ് ചെയ്യുക, അത്രയും തന്നെ നമ്മൾ റിലാക്സ് അല്ലെങ്കിൽ റീകോയിൽ എന്ന് പറയും ഞങ്ങളതിന്. ഓക്കെ, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ മിനിമം 5 സെൻറ്റിമീറ്റർ നമ്മൾ പുഷ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല നമ്മൾ ഏകദേശം ഒരു ടാർഗറ്റ്, ഞാൻ ആ ഒരു താളത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഏകദേശം ഒരു നിമിഷത്തിൽ നമ്മൾ 100 to 120 വരെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പലതരം, അപ്പോൾ പറയാൻ കാരണം ചിലർ വെറുതെ പോയിട്ട് 1
2 അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരു 60 സെക്കൻഡിൽ ഏകദേശം 100 തൊട്ട് 120 വരെ കംപ്രഷൻ കൊടുക്കാനുള്ളൊരു ശ്രമത്തിൽ നമ്മൾ ചെയ്യണത്. കൂടുതൽ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലഡ് തിരിച്ചു വന്ന് കയറില്ല ഹാർട്ടിലോട്ട്. നമ്മൾ അതിനും കൂടിയുള്ള ടൈം കൊടുക്കണം ആ കംപ്രഷൻ റേറ്റിന്. ഫാസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള കംപ്രഷൻ ഹാർട്ട് സ്ക്വീസ്ഡ് ആവില്ല. അപ്പോൾ ഈ രണ്ട് കാരണവശാത്തിൽ നമ്മളെപ്പോഴും 100 to 120 റേറ്റിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ക്ലിയർ ആയത്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി പറയുന്നത് എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടെക്നീക്കാണ്. ഏതൊരു പ്രാക്ടിക്കൽസ് നമ്മൾ അറിയാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഇങ്ങനെ കൈ വയ്ക്കൂ ചെയ്യൂ. പക്ഷെ നമ്മൾ ആലോചിക്കുന്ന നമ്മൾ ഒരു സാഹചര്യം വരുമ്പോൾ പലതും നമ്മൾ മറക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് മാറി നമ്മളൊരു പ്രോട്ടോകോൾ, നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഡോക്ടേഴ്സ് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റാഫായാലും എല്ലാം നമുക്കൊരു പ്രോട്ടോകോൾ നോക്കി ഇങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഫോളോ ചെയ്ത് നമ്മൾ സാധാരണ മറക്കില്ല. അതിനാണ് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, തോള് കറക്റ്റായിട്ട് പാരലായിട്ടാണ് നിൽക്കേണ്ടത്. രണ്ടാമത് ഈ കൈമുട്ടൽ എൽബോസ് അത് ബെൻഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മളുടെ പവർ വരുന്നത്, നമ്മൾ ഇതിപ്പോൾ ഞാൻ ടേബിളിൽ വച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. ശരിക്കും നമ്മൾ നിലത്തെ ഇരിക്കും, മുട്ടുകുത്തിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ പവർ വരുന്നത് തോളിന്നല്ല, നമ്മളുടെ ഹിപ്സിൽ നിന്നാണ്. ബിക്കോസ് നമ്മൾ ഇങ്ങനെയാണ് പോണത്. അപ്പം നമ്മൾ എൽബോസ് കുറച്ച് ഫ്ലെക്സ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടുത്തെ മസിൽ കയറി പിടിക്കും. നമ്മളിപ്പോൾ കാണുന്ന മാതിരിയല്ല, നമ്മൾ ഏകദേശം കുറേ കണ്ടിട്ടുണ്ടാകും 10-20 മിനിറ്റ് വരെ ആൾക്കാർ ചെയ്യണം. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, കുറേ ആൾക്കാരുണ്ട് വന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ടെക്നിക്കിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു 1 മിനിറ്റിൽ തന്നെ നമ്മൾ ടയേർഡാവും. ബിക്കോസ് ഇവിടെ എല്ലാവർക്കും നമുക്ക് ഈ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കണ മാതിരിയാണ് അല്ല, ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടൈറ്റ് ആവില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും, ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ടെക്നിക്ക് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കോർ മസിൽസ് ആണ് കുറച്ചും സ്ട്രോങ്ങർ എപ്പോഴും. അപ്പോൾ അത് വച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള കംപ്രഷൻ കിട്ടും, റേറ്റും അതേമാതിരി നിൽക്കും. അപ്പോൾ ഇതാണ് ബേസിക് കാർഡിയക് കംപ്രഷൻ. ഒരു CPR ഞാൻ ഒരു കമ്പോണൻ്റാണ് പറഞ്ഞത്, കാർഡിയക് കംപ്രഷൻ. ഓക്കെ. നൗ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ലങ്സിൻ്റെയും കൂടി കാര്യം പറയാണ്ടെന്നല്ല. ചില സമയത്ത് പേഷ്യൻ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യത, പക്ഷേ ശ്വാസം എടുക്കണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബേസിക്കലി നമുക്കറിയാം നമ്മളുടെ ശ്വാസനാളി എങ്ങനെ നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പുറകിലാണ് നമ്മളുടെ ഫുഡ് പൈപ്പ് ഉള്ളത്. ഇപ്പോൾ വിൻ പൈപ്പും ഫുഡ് പൈപ്പ് എന്നും പറയാം എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ചില സമയത്ത് അത് തല ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു ഒബ്സ്ട്രക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നാക്ക് വെച്ചുള്ള ഒബ്സ്ട്രക്ഷനോ വേറെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ കംപ്രഷൻ ഒബ്സ്ട്രക്ഷൻ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു വേറെ ഇത് ട്രോമയിലത്തെ കേസല്ല പറയാം. ട്രോമയാണെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ ശ്രദ്ധിക്കണം. അല്ലാത്തപ്പോൾ നമ്മൾ ഒന്ന് ഹെഡ് ടിൽറ്റും ചിൻ ലിഫ്റ്റ് എന്നും പറയും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ചില സമയത്ത് അവിടെ ഒരു തടസ്സമാണെങ്കിൽ നമുക്ക് അറിയാം പലരും നമ്മൾ സ്നോറിങ് ചെയ്യാറില്ല. സ്നോറിങ്ങിന് വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നാക്ക് പതുക്കെന്ന് പുറകോട്ട് വീഴും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഹെഡ് ടിൽറ്റും, അതിന് ഈ തല ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ നാക്കൊന്ന് അവിടെ നിന്ന് മാറും, അല്ലെങ്കിൽ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കുന്ന മാതിരി നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ശ്വാസം എടുക്കേണ്ട പൾസ് ഉണ്ട്, ഓക്കെ. നമ്മൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇതിലോട്ട് റിക്കവർ ചെയ്യുന്ന ഒരു പൊസിഷനിലോട്ട് പോകും. ശ്വാസം എടുക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടും ശ്വാസം കിട്ടണില്ല എന്നാണെങ്കിൽ ചിലവർക്ക്, ഇപ്പോൾ ഞാനിവിടെ പേർപ്പസിന് വേണ്ടി ഞാൻ ഒരു പോക്കറ്റ് മാസ്ക് കൊണ്ടുവന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഹാങ്കർചീഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചില നമ്മുടെ പരിചയമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പോക്കറ്റ് മാസ്ക് എന്തെങ്കിലും കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോക്കറ്റ് മാസ്കിന് അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ ഒരു കുറച്ച് നാരോ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഇവിടെ വൈഡ് ആയിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ നാരോ ഭാഗം മൂക്കിൻ്റെ മുകളിലും ബാക്കി താടിയുടെ ഇവിടെ ആയിട്ട് വച്ചിട്ട് നല്ല കംപ്രസ് ചെയ്തിട്ട് മാസ്ക് നല്ലോണം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റ് റൈസ് കണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 30 കംപ്രഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും 2 ബ്രെത്ത് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതും കൂടി ഉണ്ടെങ്കിൽ, നമുക്ക് ബ്രെത്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, 30 കംപ്രഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, 2 ബ്രെത്ത് കൊടുക്കും. ബ്രെത്ത് കൊടുക്കണമെങ്കിൽ ഒരു ബ്രെത്ത് ഓവർ 1 സെക്കൻഡ്, അത്രേ ഉള്ളൂ. അത് എൻ്റെ ഇവിടെ കുറേ ശ്വാസം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഊതി വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെസ്റ്റ് ഒന്ന് പൊങ്ങണം മാത്രം കണ്ടാൽ മതി. അപ്പോൾ എപ്പോഴും സൈഡ് വെച്ചിട്ട് നോക്കണ്ടേ. ഇങ്ങനെയാണ് 2 ബ്രെത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ പോക്കറ്റ് മാസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് ടു മൗത്ത് ആയിട്ട് കൊടുക്കാം.
അല്ല നിങ്ങൾക്ക് ഒരു ഹാങ്കർചീഫ് ഉണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഹാങ്കർചീഫും വെച്ചിട്ട് ഇതേമാതിരി കൊടുക്കാം. മിനിമം എയർ ലങ്സിലോട്ട് പോകും. അപ്പോൾ ഇതിനാണ് നമ്മൾ CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഇത് സാധാരണ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. നമ്മുടെ കയ്യിൽ ഈ മാസ്ക് അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആസ് ലോങ് ആസ് ദ നെക്സ്റ്റ് ഹെൽപ്പ് കംസ്, അതാണ് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആളെ നമ്മളെ ഹെൽപ്പ് വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർ ആംബുലൻസും അവിടുത്തെ അഡ്വാൻസ്ഡ് ആൾക്കാർ വരും ചെയ്യാനായിട്ട്. ചിലപ്പോൾ മറ്റേ EMTs വരും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് വരും. അവരും ഇതിലെല്ലാം ട്രെയിൻഡ് ആണ്. ചില ആംബുലൻസ് ഡ്രൈവേഴ്സും ട്രെയിൻഡ്, ഇപ്പോൾ മിക്ക ആംബുലൻസ് ഡ്രൈവേഴ്സും ട്രെയിൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കത് തുടർച്ചയായി കണ്ടിന്യൂ ചെയ്തിട്ട് ടേക്ക് ദ പേഴ്സൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അല്ല മറിച്ച് റെസ്പോൺസ് അത് മുന്നോട്ട് പോകും. ബിക്കോസ് അങ്ങനെയാണ് അവർ ഡീൽ ചെയ്യാൻ പോണത്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് നിലയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഞാൻ പറയില്ല, ഇതിപ്പോൾ റെസ്പോൺസ് കൊണ്ടുവരാൻ വേണ്ടിയല്ല, അറ്റ് ദി ഏർലിയസ്റ്റ് റീസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ബ്ലഡ് ഫ്ലോ തിരിച്ച് റെഗുലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. എത്ര ബ്ലഡ് പോകാൻ നോക്കണോ അത്രയും ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ ഞാൻ പറയണത്. സാധാരണ ഈ ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന ഇങ്ങനത്തെ ഈ ഹൃദയസ്തംഭനത്തിൽ ചാൻസസ് ഓഫ് സർവൈവൽ കുറവാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും CPR ട്രെയിൻഡ് ആണെങ്കിൽ ആ ചാൻസിന് സർവൈവൽ ചാൻസ് അറ്റ്ലീസ്റ്റ് 10% to 11% ആയിട്ട് മാറാൻ സാധ്യത. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. സോ അടുത്ത മെയിൻ അഡ്വാൻസ്ഡ് ആൾക്കാർ വരുന്നവരെ അവർക്കത് അഡ്വാൻസ്ഡ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റോളില്ല. ബിക്കോസ് അവർ മെഷീൻസ് വെച്ചുകൊണ്ടായിരിക്കും ബാക്കി ചെയ്യാൻ പോണത്. അപ്പം നമ്മളുടെ എയിം എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആൾക്കാർ വരുന്നവരാ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മാക്സിമം ഒരു 15-20 minutes ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളും ടയർഡാവും. നമ്മൾ ടയർഡാ പിന്നെ നമ്മളുടെ സേഫ്റ്റിയും കൂടി നോക്കണം. നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ ഇറ്റ് ഇസ് ഓൾവേസ് ഗിവ് എ ചാൻസ് എന്ന് പറയുള്ളൂ. എവരി വൺ ഹാസ് എ ചാൻസ് ഹിയർ. അപ്പോൾ നമ്മൾ ട്രെയിൻഡ് ആണെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. പലപ്പോഴും നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അതൊരു ഫംഗ്ഷന് പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ആൾക്കാർ ബോധം കെട്ടി വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം ബോധം കെട്ടുമെന്ന് വെച്ചാൽ അത് ഹൃദയസ്തംഭനം ആവണമെന്നില്ല. പലതും പല റീസൺസ് ആയിരിക്കും. അപ്പോൾ ഓരോ റീസൺസ് എന്താ നമുക്ക് അറിയാൻ പറ്റും. ചിലവർ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ആൾക്കാർ വരുമ്പോൾ ഷുഗേഴ്സ് കുറഞ്ഞിട്ട് കുറച്ച് വൈകി പോകും. അവർ ഇൻസുലിൻ എടുത്തിട്ടായിരിക്കും വരുന്നത്. വൈകി പോകുമ്പോൾ അവർക്ക് ആഹാരം കിട്ടില്ല. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഷുഗേഴ്സ് കുറയും, ചിലപ്പോൾ കുറച്ചൊന്ന് ബോധം കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നെഞ്ചുവേദന വേറെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഇടയിൽ. രണ്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ഞാൻ സ്ട്രെസ് ചെയ്യാനുള്ള പറഞ്ഞാൽ ഈ ചെസ്റ്റ് പെയിനും സ്ട്രോക്കാണ്. കാരണം എന്ന് വെച്ചാൽ ചെസ്റ്റ് പെയിൻ എല്ലാവർക്കും അറിയാം. നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും പേഷ്യൻ്റ് എവിടെ എത്തിക്കും, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നെഞ്ചുവേദന വരുമ്പോൾ ചില സൈൻസ് ഉണ്ട്. നമുക്ക് ഹൃദയാഘാതമാണോ നമുക്ക് അറിയില്ല. പക്ഷെ പല റീസൺസ് ഉണ്ട് നെഞ്ചുവേദന വരാൻ. ചിലപ്പോൾ ഒരു മസിൽ പെയിൻ ആയിരിക്കും, ചിലപ്പോൾ എല്ലാവരും പറയും ഗ്യാസ് ആണെന്ന് പറയും അല്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് വന്ന ഒരു ഗ്യാസ് ആണ്, ഞാൻ എന്തോ കഴിച്ചു, കടലക്കറി കഴിച്ചു, പുട്ട് കഴിച്ചു, ഗ്യാസ് കയറിയിരിക്കുന്നത്. പക്ഷെ എപ്പോഴും അത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ വരും. അതും ഒരു ഡയബറ്റീസ് വേറെ എന്തെങ്കിലും ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളൊരു അത് BP ഉള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഇതൊക്കെ റിസ്ക് ഫാക്ടറാണ് പലതിലും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും അതൊരു തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു പ്രിക്കോഷൻസ് എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ആണ് നെഞ്ചുവേദന. ചിലർ കൂടുതലും പറയുന്നത് ഇവിടെ എന്തോ തങ്ങിയിരിക്കണു, ഒരു ഭാരം വച്ചേക്കണ മാതിരി ഇരിക്കണു എന്ന് പറയും. ചിലർ പറയും കയ്യിലോട്ട്. ഡയബറ്റിക് ആൾക്കാരാണെങ്കിൽ അവർക്ക് പെയിൻ അധികം അറിയാലോ. അതുകൊണ്ടാണ് അവർക്ക് കാലിലൊക്കെ പെട്ടെന്ന് ഡയബറ്റിക് അൾസേഴ്സ് ഒക്കെ വരുന്നത്. ഈ ഫുഡ് അൾസേഴ്സ് ഒക്കെ പല ഡയബറ്റിക് ആൾക്കാർക്ക് പെയിൻ സെൻസേഷൻ കുറയും. അതുകൊണ്ടാണ് ഫുഡ് കെയർ എന്ന് പറയുന്നത്. അതേമാതിരി ചിലപ്പോൾ പെയിൻ അറിയണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ അവർ വെറുതെ കയ്യിലൊരു വേദന അല്ലെങ്കിൽ താടിയിലോട്ടൊരു വേദന വന്ന മാതിരി നല്ലോണം വേർക്കുക, അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ പുറകോട്ട് വേദന, അതൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഏകദേശം, അല്ലെങ്കിൽ ചിലപ്പോൾ തല കറക്കം, ശ്വാസം മുട്ടൽ, നെഞ്ചിടിപ്പ്, ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു കാർഡിയൊക്കെ നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ സാധാരണ എത്രയും പെട്ടെന്ന് ക്ലോസസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ പലപ്പോഴും ക്ലിനിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ചിലർ കാണുമ്പോൾ അറിയാൻ പറ്റും. അവർ പറയും ഇങ്ങനെ പിടിച്ചിങ്ങനെ സ്ക്വീസ് ചെയ്യണ വേദനയാണെന്ന് പറയും. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കുളിച്ചിരിക്കുകയായിരിക്കും, വേർത്തിട്ട് കംപ്ലീറ്റ് കുളിച്ചിരിക്കുകയായിരിക്കും. ഛർദ്ദിക്കാൻ തോന്നുന്നവർ പറയും ഭയങ്കര ശ്വാസം മുട്ടണു, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്കറിയാം. കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും സംതിങ് ഇസ് റോങ് അല്ലേ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ആൾക്ക്. മിക്കവാറും അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആവാൻ സാധ്യത നമുക്ക് പലപ്പോഴും തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എപ്പോഴും നമ്മൾ പേഷ്യൻ്റ് എപ്പോഴും കൊണ്ടുപോകേണ്ട സ്ഥലം തന്നെ എപ്പോഴും ഈ കാർഡിയാക് ഫെസിലിറ്റീസ്, ഈ ഹാർട്ടിനുള്ള ഫെസിലിറ്റീസ് ഉള്ള, അതായത് കാത്ത് ലാബ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയാഘാതം ആണെങ്കിൽ നമുക്ക് വിതിൻ 2 hours നമ്മൾ എവിടെ എങ്ങനെ എത്തിക്കണം എന്നുണ്ട്.
ബിക്കോസ് ഒരു പ്രാവശ്യം ആ ഒരു പേഷ്യൻ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അരമണിക്കൂറിലാണ്, നമുക്കറിയാം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എല്ലാവരും അല്ല, ആൻജിയോപ്ലാസ്റ്റി അതൊക്കെ നമ്മൾ വിതിൻ ഹാഫ് ആൻ അവറിൽ നമ്മൾ ചെയ്യും. 90 minutes സമയം തരും, ഞങ്ങൾ മാക്സിമം സ്പീഡിലാണ് അത് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ള ഇപ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനുള്ള സൗകര്യം ഇല്ലെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു അവയർനെസ് ഉണ്ടെങ്കിൽ, ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലിനിക്ക് അവോയ്ഡ് നേരെ ആ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെയാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം, ഹൃദയാഘാതത്തിൻ്റെ കാര്യം. അതേമാതിരിയാണ് സ്ട്രോക്ക്, പക്ഷാഘാതം. പലപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് പറയണ, പലപ്പോഴും നമുക്ക് കുറച്ച് ഒരു ഇതാണോ എന്നറിയില്ല, അറിവില്ലായ്മ എന്നറിയില്ല. ബിക്കോസ് പലപ്പോഴും നമുക്കൊരു ചെറുതായിട്ടൊരു കയ്യിനൊരു കുഴഞ്ഞിരിക്കണു, അധികം അനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലവർ അത് ഇഗ്നോർ ചെയ്യും. സാരില്ല, അതൊന്ന് വേണമെങ്കിൽ കുഴമ്പ് തേച്ചിട്ടാ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റെഡിയാവും. നമ്മളുടെ ധൃതിയിൽ പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ എല്ലാ സ്ഥലത്തും പറ്റാറുണ്ട്. ഒന്ന് കുഴമ്പോ പെയിൻ കില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെൻറ്റ് പരട്ടിയിട്ട് പോകാൻ നമുക്ക് വൈകുന്നേരം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞൊരു നമ്മൾ പറഞ്ഞിട്ട് പോകാറുണ്ട്. പലപ്പോഴും ഈ സ്ട്രോക്ക് എന്താണെന്നറിയാലോ, തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ അല്ലെങ്കിൽ ആ രക്തോട്ടം ആ വെസൽ പൊട്ടുകയാണെങ്കിൽ അങ്ങനെ സ്ട്രോക്ക് വരാൻ സാധ്യത. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് നമുക്ക് വീക്ക്നെസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോൾ കൈ മാത്രമായിരിക്കും, ചിലപ്പോൾ കാല് മാത്രമായിരിക്കും, ചിലപ്പോൾ സംസാരശേഷി മാത്രമായിരിക്കും നഷ്ടപ്പെടാൻ സാധ്യത. ഏത് ബ്രെയിനിൻ്റെ ഏത് സൈഡ് എഫക്റ്റ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം സ്ട്രോക്കിൻ്റെ കുറേ ലക്ഷണങ്ങളാണ്. ചിലവർ പറയും, എനിക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ മോളെ എനിക്ക് എൻ്റെ ഒരു സൈഡ് കാണില്ല എന്ന് പറയും പേപ്പർ വായിക്കുമ്പോൾ. അതായത് ചിലപ്പോൾ ഒരു സൈഡിൽ കാണും, ഈ അറ്റം നോക്കുമ്പോൾ ഈ അറ്റം ഒന്നും കാണില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ബ്ലഡ് ഫ്ലോ കുറയണേൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോക്ക് സ്ട്രോക്ക് പല തരത്തിലും അത് സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പേഷ്യൻറ്റ് സാധാരണ കൂടുതലും ഡയബറ്റിക്, ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്, സ്മോക്കിംഗ്, ഡയബറ്റീസ് എല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കിനുള്ള. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഉടനെ അതിനുള്ള ഫെസിലിറ്റി ഉള്ള സെൻറ്റേഴ്സിലോട്ട് നമ്മൾ കൊണ്ടുവരും. സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് സെൻറ്റർ, അതായത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ സ്കാൻസും ഇതെല്ലാം ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജൻസ് ഒക്കെ ഉള്ള സെൻറ്ററിലോട്ട് നമ്മൾ ആദ്യം കൊണ്ടുപോകും. സോ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയാണ്. ഹൃദയാഘാതത്തിൽ നമ്മൾ ടൈം ഇസ് മസിൽ എന്ന് പറയും, ബിക്കോസ് ഹാർട്ടിൻ്റെ മസിലിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഓരോ നിമിഷം വൈകുന്തോറും ഹാർട്ടിൻ്റെ മസിലിനെയാണ് അത് എഫക്റ്റ് ചെയ്യണത്, ആ ബ്ലഡ് ഫ്ലോ. അപ്പോൾ അത് പതുക്കെ ആ ഏരിയ പതുക്കെ ഡെഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് മസിൽ പമ്പിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതേമാതിരിയാണ് സ്ട്രോക്ക് വരും, പക്ഷാഘാതം വരുമ്പോൾ ടൈം ഇസ് ബ്രെയിൻ എന്ന് പറയും. ബിക്കോസ് ഓരോ നിമിഷം കുറയും തോറും ബ്ലഡ് ഫ്ലോ കുറയും തോറും ആ പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദ ബ്രെയിൻ ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ചിലപ്പോൾ സാധാരണ നമുക്ക് വിതിൻ 3 hours പേഷ്യൻ്റ് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാം. ക്ലോട്ട് ആണെങ്കിൽ നമുക്കിതിനെ ആ ക്ലോട്ടിനെ നമുക്ക് അലിയിക്കാനുള്ള മരുന്നുകൾ കയ്യിലുണ്ട്. അത് വിതിൻ 3 hours ആണെങ്കിൽ നമുക്ക് അത് അതായത് കംപ്ലീറ്റ്ലി നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ആ ബ്ലഡ് ഫ്ലോ വന്ന ഡാമേജ് കംപ്ലീറ്റ് ആ ക്ലോട്ട് അലിയിച്ചിട്ട് തിരിച്ച് നമുക്ക് ബ്ലഡ് ഫ്ലോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മരുന്നുകൾ. അപ്പോൾ അതൊക്കെ 3 hours നമ്മൾ എത്തിക്കാൻ നോക്കുന്നത് പേഷ്യൻറ്റിന്. ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ തെറ്റായ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളൊരു അറിയാത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആ ക്ലിനിക്കിൽ പോകാൻ ഒരു ഏകദേശം 1/2 മണിക്കൂർ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അയ്യോ ഇതല്ല ഇതായിരിക്കും നിങ്ങൾ അടുത്ത സ്ഥലത്ത്. ഇപ്പോൾ അവിടുന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അഗെയിൻ നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് പിന്നെ ആ പേഷ്യൻ്റ് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. അഗെയിൻ അവിടെ ഓൾമോസ്റ്റ് 45 minutes. ഇപ്പോൾ പ്രഷ്യസ് ടൈമാണ്. ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ കളയാന്ന് വെച്ചാൽ അവിടെ പോയി നമുക്ക് മനസ്സിലായി എന്താണെന്ന്. പക്ഷെ നമ്മൾ അടുത്തൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴത്തേക്കും another half an hour. അപ്പോൾ എല്ലാം കൂടി 2 hours പോകും. അതേസമയം നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ കുറച്ച് അങ്ങനത്തെ സെൻറ്റേഴ്സോട്ട് പോയി കഴിഞ്ഞാൽ ആ 2 hours നമുക്ക് ലാഭിക്കാൻ പറ്റും. അതാണ് അതിന് വേണ്ടിയാണ് ഈ ഇമ്പോർട്ടൻസ് ഞാൻ തരുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നൗ സിൻസ് ഞാനിപ്പോൾ ഒരു അഡൾട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, പലപ്പോഴും നമുക്ക് പിള്ളേരുടെ കാര്യത്തിൽ ഇതേ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അല്ല, പിള്ളേരെന്ന് പറയുമ്പോൾ 1 വയസ്സിന് താഴെ, 1 വയസ്സിന് മേളിൽ, 1 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ള നമ്മളെല്ലാവരും ചൈൽഡ് എന്നാണ് പറയണം. 8 വയസ്സിന് മേളിലാണ് നമ്മൾ ഏകദേശം അഡൾട്ട് എന്ന് പറയണം. 1 വയസ്സിന് താഴെ ഇൻഫൻസ്, അത് 1 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള ഇൻഫൻസിന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമ്മളിത് ചെയ്തു അല്ല. ഇൻഫൻസിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് തിങ് എന്താണ്, സീൻ സേഫ്റ്റി. എല്ലാത്തിനും നമ്മൾ സീൻ സേഫ് ആക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും കുട്ടിയെ ഒന്ന് മാറി കറക്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ക്രൗഡ് മാറി നിൽക്കാൻ പറയാം, നമുക്ക് സ്ഥലം വേണം കാര്യം ചെയ്യാൻ. നെക്സ്റ്റ് തിങ് നമ്മൾ എന്താണ്, അഡൾട്ട്സിൽ എന്താ ചെയ്തത്, റെസ്പോൺസ് ചെക്ക് ചെയ്ത്. നമ്മൾ റെസ്പോൺസ് എങ്ങനെ ചെക്ക് ചെയ്ത് അഡൾട്ട്സിൽ തോള് തട്ടി അല്ലേ. ഇവിടെ അങ്ങനെയില്ല. നമുക്കറിയാം ബേബിക്ക് എപ്പോഴും ഹെഡ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കില്ലേ, ഹെഡും ബോഡിയും. ഹെഡ് എപ്പോഴും വലിയതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോൾഡേഴ്സ് ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ഫുട്ട്. ഓക്കെ, അപ്പോൾ ഇൻഫൻറ്റിന് എപ്പോഴും നമ്മൾ ഫുട്ടിലാണ് നമ്മൾ
ടാപ്പ് ചെയ്യണത്. അത് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അത് കുട്ടിയെ ഉണർത്താൻ നോക്കും. ചിലപ്പോൾ മയങ്ങി കിടക്കണയാണെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു പെയിൻഫുൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒന്ന് എണിക്കാൻ പറ്റുന്നതാണെങ്കിൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ കുട്ടി എണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വ്യത്യാസം വരാൻ പോണത്. അത് അഡൾട്ട്സ് നമ്മൾ തോളിൽ ഇവിടെ നമ്മൾ നേരെ ഇവിടെ പോകണം. ഓക്കെ, റെസ്പോൺസ് ഇല്ല. അടുത്ത നമ്മൾ എന്താ ചെയ്യുക? അഡൾട്ട്സിൽ നമ്മൾ റെസ്പോൺസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഹെൽപ്പിന് വിളിക്കും അല്ല. അത് ഇവിടെയും സെയിം തിങ്. നമ്മൾ ഹെൽപ്പിന് വിളിക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് വിളിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആരെയുള്ള വെച്ചാൽ അവരോട് പോയി ഹെൽപ്പ് വേണമെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്താണ് നമ്മൾ പറഞ്ഞ ഇതിൽ ചെയ്യേണ്ടത്? നമ്മൾ പൾസും ബ്രീത്തിങ് നോക്കിയാൽ ഇവിടെ ഒരു വ്യത്യാസം വരാൻ പോകുന്ന വെച്ചാൽ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രൊപ്പോർഷനേറ്റ് അല്ല ഹെഡും ബോഡി അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നെക്ക് തന്നെ ഒട്ടും കാണാം. നമുക്കറിയാലോ ബേബീസിന് ഒരു 8 മാസം 9 മാസമായുള്ള കഴുത്തങ്ങനെ കാണില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ പൾസ് എല്ലാം നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ ഈ ആർമിൽ, ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ നോളേജിന്. നമ്മൾ ഇവിടുത്തെ പൾസാണ് നമ്മൾ നോക്കണത് ആദ്യം. ഓക്കെ, അത് നമ്മൾ ഇൻഫൻസിൽ 1 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള ആൾക്കാർ അത് പൾസ് നോക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ശ്വാസം ഉണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ നമ്മളുടെ കംപ്രഷൻ ഇട്ടും. അപ്പോൾ ഇവിടെ കംപ്രഷൻ നമുക്ക് അവിടെ മാതിരി ചെയ്യാൻ പറ്റുമോ? ഇപ്പം എൻ്റെ കൈ നോക്കൂ, എനിക്ക് അങ്ങനെ ചെസ്റ്റ് വയ്ക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഫുൾ ചെസ്റ്റ് തന്നെ കവർ ചെയ്യണം അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് ഇവിടുത്തെ ഈ ഒരു നിപ്പിൾ ലൈൻ ഉണ്ട്. സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ നിപ്പിൾ ലൈൻ ജസ്റ്റ് താഴെ സെൻറ്ററിൽ 2 ഫിംഗർ ടെക്നീക്ക് എന്ന് പറയും. 2 വിരൽ വെച്ച് നമ്മൾ സാധാരണ ഇവിടെ വച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 ഇതാണ് 2 ഫിംഗർ ടെക്നിക്. അത് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഫുൾ കംപ്രഷൻ ചെയ്യുമ്പോൾ അഡൾട്ട്സിൽ ചെയ്യുമ്പോൾ പവർ വരുന്നത് ഹിപ്പിന്നും ഷോൾഡേഴ്സും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ റിസ്റ്റ് ബെൻഡാണ്. എനിക്ക് വേറെ എഫേർട്ടില്ല, പക്ഷെ എൻ്റെ വരുന്ന പവർ എല്ലാം റിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കംപ്രസ് ചെയ്യാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് വേണമെങ്കിൽ 2 നമ്മളുടെ ഈ തംസ് ഇല്ല, അത് വച്ചിട്ട് നമുക്ക് ഇതേമാതിരി വച്ചിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 ഇതിൽ അപ്പോൾ എത്ര കംപ്രഷൻസ് വേണം എന്നുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യാൻ പോണത് 30 കംപ്രഷൻസ് തന്നെ മിനിമം ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ 30 കംപ്രഷൻസ് ചെയ്തിട്ട് നമ്മൾ 2 ബ്രെത്ത് കൊടുക്കും ബേബിക്ക്. അഡൾട്ട്സിനും സെയിം തിങ് 30 കംപ്രഷൻ കൊടുത്ത് 2 ബ്രെത്ത്. 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ വേറൊരാളും കൂടി വരികയാണെങ്കിൽ നമുക്ക് സാധാരണ പിള്ളേരിൽ ഈ ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് കൂടുതലും ഈ ലങ്സിനുള്ള പ്രോബ്ലം വരുമ്പോഴാണ് അവർ അതിലോട്ട് പോകുന്നത്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ലങ്സിന്, അതായത് കൃത്രിമ ശ്വാസത്തിന് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ നമുക്ക്, അതായത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് 1 2 3 4 5 അങ്ങനെ പറഞ്ഞ 15 ടൈംസ് ഞാൻ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്രെത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞാൽ 2 പേരുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി 30 ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ബ്രെത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി കംപ്രഷനിലെ റേറ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ അതിൽ നേരത്തെ പറഞ്ഞു നമുക്ക് ഏകദേശം 5 സെൻറ്റിമീറ്റർ മിനിമം വേണം. ഇത് നമുക്ക് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്ററിനും വേണം. ഓക്കെ, അതാണ് ഒരു കംപ്രഷൻ ഒരു വ്യത്യാസം. രണ്ടാമത് റേറ്റ് സെയിം ആണ്, 100 തൊട്ട് 120 വരെ എല്ലാ കാറ്റഗറിയും. അതായത് നമ്മൾ ഇൻഫൻറ്റ് എന്ന് പറയും, ചൈൽഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 1 year to 8 years. ഇവർക്കൊക്കെ റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. 100 to 120 തന്നെ ഏകദേശം കംപ്രഷൻ കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ റേറ്റ് അത് ബേസിക്കലി നമ്മൾ ആ ഒരു മനസ്സിൽ എണ്ണേണ്ട ഒരു വ്യത്യാസമാണ്. ആ ഒരു താളം എന്ന് പറഞ്ഞാൽ അത് വരും, കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വരുള്ളൂ അതിൽ. ഓക്കെ, സോ ഇതാണ് ഇതിൽ വരുന്ന ഒരു ചേഞ്ച് വരുന്നത്. ഇങ്ങനെയാണ് ഇൻഫൻസ്. പലപ്പോഴും ഇൻഫൻസിലാണ് നമുക്ക് കൂടുതലും പിള്ളേർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ആങ്ഷ്യസ് ആണ് അല്ല. ബിക്കോസ് അവിടെ പാരൻസിനെയും നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, കുട്ടിയെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പലപ്പോഴും നമ്മളുടെ നെയ്ബർഹുഡിൽ എപ്പോഴും കുട്ടികൾക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ബഹളം. ബിക്കോസ് കുട്ടിക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് പാനിക് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ഇൻഫൻസിനും കാണുന്നത്. ഞാൻ ഇവിടെ ഇൻഫൻറ്റ് എന്ന് പറയുന്നത് 1 month to 1 year ആണ്. 1 yearന്റെ മേളിലാണെങ്കിൽ സെയിം ലൈക്ക് അഡൾട്ട്സ് ആണ്. ഒരേ ഒരു വ്യത്യാസമേ വരുള്ളൂ, 2 കൈ വെച്ച് കംപ്രസ് ചെയ്യേണ്ട. 8 വയസ്സിന് 1 കൈ വെച്ചാണെങ്കിൽ കംപ്രസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് ആ ചെസ്റ്റിൻ്റെ സൈസ് വെച്ച് നമ്മൾ ചെയ്യണത് പല. ഓക്കെ, ക്ലിയർ ആണോ?